ഇന്ന് പുലർച്ചെ വഫാത്തായ പ്രമുഖ പണ്ഡിതനും സുന്നി യുവജന സംഘം സംസ്ഥാന ട്രഷററുമായ ഹാജി കെ മുഹമ്മദ് ഫൈസിയുടെ മരണവാർത്തയറിഞ്ഞ് ജന്മനാടായ തിരൂർക്കാട്ടേക്ക് ജനപ്രവാഹമായിരുന്നു. പാണ്ഡിത്യത്തിലും സംഘടന നേതൃനിരയിലും നിറഞ്ഞുനിന്ന ഇഷ്ടനേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാനാണ് പതിനായിരക്കണക്കിന് പേർ പെരിന്തൽമണ്ണക്കടുത്ത തിരൂർക്കാട് കുന്നത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ശക്തമായ മഴയെ വകവെക്കാതെയെത്തുന്ന ജനപ്രവാഹത്തെ നിയന്ത്രിക്കാൻ വിഖായ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് ഒരുക്കിയ പ്രത്യേക പന്തലിലാണ് മയ്യത്ത് നിസ്കാരം നടന്നത്. തിരക്ക് കുറക്കാൻ തവണകളായി മയ്യത്ത് നിസ്കാരം നടത്താനാണ് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 9 മണിക്ക് നടന്ന ആദ്യ മയ്യത്ത് നിസ്കാരത്തിന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ജ്യേഷ്ഠ സഹോദരനുമായ ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി. 100 കണക്കിന് പേരാണ് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത്. രണ്ടാമത് നടന്ന മയ്യത്ത് നിസ്കാരത്തിന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ട്രഷറർ ഷെയ്ഖുന CKM സ്വാദിഖ് മുസ്ലിയാരും നേതൃത്വം നൽകി. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഫൈസി പുലർച്ചെ 4 മണിയോടെയാണ് മരിച്ചത്. ഓരോ അരമണിക്കൂർ ഇടവിട്ട് മയ്യത്ത് നിസ്കാരം നടന്നു. സമസ്തയുടെ സമുന്നത നേതാക്കൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. മരണവാർത്തയറിഞ്ഞ് മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തിരൂർക്കാട്ടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. ഹാജി കെ മുഹമ്മദ് ഫൈസിയെ അനുസ്മരിച്ച് പ്രമുഖ വാഗ്മിയും SYS സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ അനുസ്മരിക്കുന്നത് ഇങ്ങനെ. അസ്സലാമു ബഹുമാന്യനായ ഹാജി കെ മുഹമ്മദ് ഫൈസി യാത്രയായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയ്ക്കൊരു കരുത്തും കാതലുമായിരുന്നു അദ്ദേഹം. സാധാരണ നേതാക്കന്മാർ നമുക്ക് പലരും ഉണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുക്കാൻ ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലും മറ്റുമൊക്കെ മദ്രസ, പള്ളി പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായപ്പോൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുവാനും പ്രശ്നമുള്ള മഹല്ലത്തിലെ വിഷയങ്ങൾ നേരിട്ട് ചെന്ന് പഠിച്ച് ആവശ്യമുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യുവാനുമുള്ള ത്രാണിത്വം ചെറുതായിരുന്നില്ല. ഏത് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് നോക്കി കാര്യം പറയുവാനും പണം ചെലവാക്കേണ്ടിടത്ത് പണം ചെലവഴിക്കുവാനും ധൈര്യം പ്രകടിപ്പിക്കേണ്ടിടത്ത് ധൈര്യമായി തന്നെ നേരിടാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്നതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഏതായാലും അള്ളാഹു നല്ല പകരക്കാരെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല നിരന്തരമായി അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം സുന്നി ഹജ്ജ് ഗ്രൂപ്പിന്റെ ഒരു അമീർ എന്ന രീതിയിൽ എല്ലാ വർഷവും അദ്ദേഹം എന്റെ കൂടെ യാത്രക്ക് കൂടെ ഉണ്ടാവും. അറഫയിൽ നിന്ന് മുഴുവൻ ഹാജിമാരെയും ബസ് കയറ്റി യാത്രയാക്കിയതിനു ശേഷമേ അദ്ദേഹം ബസ് കയറൂ. മാത്രമല്ല അദ്ദേഹം ഹജ്ജ് വേളയിൽ ഹാജിമാർക്ക് എന്ത് ഹിദ്മത്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അവരുടെ ബാഗ് വരെ അദ്ദേഹം ബുദ്ധിമുട്ടി അവർ നടക്കുന്നത് കണ്ടാൽ കയ്യിൽ വാങ്ങിയെടുക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയൊക്കെ വലിയ സമ്പന്നനും പ്രതാപിയും നല്ല രീതിയിൽ വിപുലമായ ബന്ധമുള്ള ബിസിനസ് ശൃംഖലയുടെ അധിപനുമായിട്ടും ഷിയാർ അദ്ദേഹം നഷ്ടപ്പെടുത്തില്ല. ആ തലപ്പാവ് കിട്ടി തന്നെ അദ്ദേഹം നടന്നു. മക്കളെ മുഴുവൻ പണ്ഡിതന്മാരാക്കി. വീട്ടിൽ ഇസ്ലാമിക അന്തരീക്ഷം, ഹിജാബ് ശരിക്കും സ്ത്രീകളെ കൊണ്ട് പാലിപ്പിച്ചു. അതൊക്കെ ഒരു സമ്പന്നനായ ആളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ചില സംഗതി മുഹമ്മദ് ഫൈസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. മാത്രമല്ല തന്റെ ഉസ്താദുമാരെ കുറിച്ച്, പ്രത്യേകിച്ച് കോട്ടമൽ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുലമ, ഇവരോടൊക്കെ അദ്ദേഹത്തിന് വല്ലാത്ത ബന്ധമായിരുന്നു. ആ ബന്ധം അദ്ദേഹം നിലനിർത്തുകയും ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ അദ്ദേഹം നൽകുമായിരുന്നു. അങ്ങനത്തെ ഒരു മഹാ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സംഘടനക്ക് വലിയൊരു കരുത്താണ് നഷ്ടപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നീ വിശാലമാക്കണേ തമ്പുരാനെ. അവസാനമായി അദ്ദേഹം പങ്കെടുത്ത പരിപാടി സുന്നി അഫ്കാറിന്റെ പ്രചരണത്തിന് വേണ്ടി 2-ാം തീയതി സുന്നി വാലിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിൽ 100 വരിക്കാർക്ക് അദ്ദേഹം 35,000 രൂപ സംഭാവന ചെയ്തുകൊണ്ട് എന്റെ വകയായി 100 വരിക്കാർക്ക് നിങ്ങൾ പത്രം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ യോഗത്തിൽ നിന്ന് പോയി അദ്ദേഹം പനിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി മരണത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവസാന നിമിഷം വരെ പ്രാർത്ഥനാ രംഗത്ത് തിളങ്ങി നിന്ന മഹാൻ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുവനന്തപുരം സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറിയും പ്രഭാഷണ രംഗത്തെ നിറസാന്നിധ്യവുമായ ഉസ്താദ് നൌഷാദ് ബാക്കവിയുടെ വാക്കുകളിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നൌഷാദ് ബാക്കവി ചിറയൻകീഴാണ്. എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ജില്ലയുടെ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ഉസ്താദിനെ സംബന്ധിച്ച് പരാമർശിച്ചിരുന്നു. ആ ബഹുമാനപ്പെട്ട ഗുരുവര്യൻ മരിക്കാത്ത ലോകത്തേക്ക് മരണം എന്ന ശീർഷകം എഴുതി വെച്ചിട്ട് യാത്രയായിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരും സഹപ്രവർത്തകരും, ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണപാഠമായി സമർപ്പിച്ചിട്ടാണ് യാത്രയായത്. ഒന്ന്, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് വരെ 3 ദിവസം ചേർത്തുകൊണ്ട് സുന്നത്ത് നോമ്പിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഉസ്താദുമാർ ഞങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, ഈ അടുത്ത സമയങ്ങളിലായി കുറേ ദിവസം പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ ബാങ്ക് വിളിക്ക് നേതൃത്വം കൊടുത്തു എന്നും പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ആത്മീയമായ സൗഭാഗ്യത്തിലാണ് അവർ ജീവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. തൻ്റെ ജീവിതകാലം മുഴുവനും സുന്നത്ത് ജമാഅത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ശംസുൽ ഉലമാ ഖണ്ണിയത്ത് ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ നിറകണ്ണുകളോടുകൂടി മാത്രം അവരുടെ ജീവിതത്തെ മനസ്സിൽ ഒപ്പിയെടുക്കുന്ന ആ ബഹുമാനപ്പെട്ടവർ, അവരൊക്കെ പോയ അതേ പ്രകാശത്തിൻ്റെ പ്രഭയും പേറി യാത്രയായിരിക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് നാളെ പരലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഉന്നതന്മാരോടൊപ്പം തന്നെ മുൻപന്തിയിൽ നിൽക്കാൻ അല്ലാഹു മഹാഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ കാണിച്ചു പോയ അതേ ആവേശത്തോടുകൂടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനും ഇങ്ങനെ മരണപ്പെട്ടാൽ കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് ദുനിയാവിൻ്റെ ആക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും മറന്ന് ആവേശത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സഹപ്രവർത്തകർക്കും അരുമ ശിഷ്യന്മാർക്കുമെല്ലാം അള്ളാഹു നല്ല ക്ഷമ കൊടുക്കുകയും ഉസ്താദിന് അള്ളാഹു ഏറ്റവും നല്ല സ്വീകരണം ബർസഖ് ലോകത്ത് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും സുന്നി കൈരളിക്ക് തീരാ നഷ്ടമാണ് ഹാജി കെ മുഹമ്മദ് ഫൈസിയുടെ വിയോഗം. നാഥൻ പകരക്കാരനെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.